റേഷൻ ബോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് പറയാം, ദുൽഖർ സൽമാന് പിറന്നാൾ ആശംസകൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആശംസകൾ. അപ്പോൾ ഒരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്കറിയാം കോവിഡ് വന്നിട്ട്, അതായത് ഇപ്പം ഒരു കോവിഡ് വന്നിട്ടൊരു സമയം ഉണ്ടായിരുന്നു, തിയേറ്ററുകളൊക്കെ അടച്ചു പൂട്ടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാര്യം ആളുകൾക്ക് തിയേറ്ററിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത് കഴിഞ്ഞിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തിയേറ്റർ ഉടമകൾക്ക്, അതായത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന അതിൻ്റെ എക്സിബിറ്റേഴ്സിന്, അതുപോലെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലത്ത് നിന്നിരുന്ന പല ആൾക്കാർ, ഇന്ന് എനിക്ക് തോന്നുന്നു പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന സൗകര്യങ്ങൾ കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോസ്റ്ററുകളൊക്കെ കൂടുതൽ ഒട്ടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ അത് അന്നും ഇന്നും എല്ലാം തിയേറ്ററുകാരെ കൊണ്ട്, തിയേറ്ററിൽ നിന്നുള്ള ഇതിൽ വരുന്ന ഓട്ടോക്കാർ, അങ്ങനെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തിയേറ്റർ ജീവനക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ കോവിഡിനെ അടച്ചുപൂട്ടിയിരുന്ന കാലത്ത് ഇവരൊക്കെ പ്രതിസന്ധിയിലായി. തിയേറ്ററുകാർ ഉൾപ്പെടെയുള്ള, നമ്മൾ പറഞ്ഞ ഓട്ടോക്കാർ വരെ, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവർ വരെ, അല്ലെങ്കിൽ തിയേറ്റർ ജീവനക്കാർ വരെ പ്രതിസന്ധിയിലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്, നമുക്കറിയാം, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ആ കോവിഡിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞൊരു സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയമായപ്പോൾ, അതായത് കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓരോരോ വിഭാഗങ്ങളൊക്കെ ആയിട്ട് സർക്കാർ തുറന്നു കൊടുത്ത ഒരു സമയം. ആ തുറന്നു കൊടുക്കുന്ന സമയത്ത് ഒരു സിനിമ തിയേറ്ററിൽ, അതായത് ചെറിയ ചെറിയ സിനിമകൾ തിയേറ്ററിൽ പ്രദർശനത്തിൽ എത്തിയാൽ പോലും ആൾക്കാർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ എത്തുമോ എന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ തിയേറ്ററുകാർ, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ, വിതരണക്കാർ ഒക്കെ ഭയന്ന് നിന്നിരുന്ന ഒരു സമയം. അത് ഒരു സിനിമാ വ്യവസായം തന്നെ അവസാനിച്ചു പോയി എന്ന് ആൾക്കാർ ഭയന്നിരുന്ന ഒരു സമയത്താണ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് ദുൽഖർ സൽമാൻ വരുന്നത്. അതായത് കുറുപ്പ് എന്ന് പറയുന്ന സിനിമ OTT റിലീസ് വേണോ, തിയേറ്റർ റിലീസ് വേണോ എന്നുള്ള ഇത് വന്നപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം മമ്മൂക്ക ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും ആ സിനിമയിലെ നായകൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കയും, അതുപോലെ ആ സിനിമയിലെ നായകനായിട്ടുള്ള ദുൽഖർ സൽമാനും, പ്രത്യേകിച്ച് ദുൽഖർ എന്ന് പറയുന്ന നായകൻ കൊടുക്കുന്ന ഉറപ്പിൽ മാത്രമേ ഒരു നിർമ്മാതാവിന് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് തിയേറ്ററിലേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്കറിയാം. ദുൽഖർ സൽമാൻ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പം ആ സിനിമ തിയേറ്ററിലെത്തി. ആ സിനിമ തിയേറ്ററിൽ നമുക്കറിയാം ഒരു വലിയ വിജയമായി തീർന്നു. ഏതാണ്ട് 86 കോടിക്ക് മേളിൽ ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തു, വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത്. അതും വെറും 50% കപ്പാസിറ്റിയിൽ മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം. അതായത് 50%, ഒരു തിയേറ്ററിൽ സീറ്റിൽ ആളിരിപ്പുണ്ടെങ്കിൽ അടുത്ത സീറ്റിൽ ആളില്ല, അതിനടുത്ത സീറ്റിൽ ആളെ ഉള്ളു എന്നുള്ള രീതിയിൽ 50% കപ്പാസിറ്റിയിൽ ദുൽഖർ സൽമാൻ്റെ സിനിമ നമ്മൾ പറയുന്നതാണ് അതൊരു വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് വന്നൊരു 86 കോടി. അതിൻ്റെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ ഉള്ളത് 115 കോടിയോളം കിട്ടിയിട്ടുണ്ടെന്ന് ദുൽഖർ പിന്നീട് ദുൽഖർ സൽമാൻ അതിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു തിയേറ്ററുകാരുടെ രക്ഷകനായി. അപ്പോൾ ആ സമയത്ത് മറ്റൊരു വൻതാര ചിത്രങ്ങൾ പോലും തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഇപ്പം സിനിമാ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന മമ്മൂക്കയും ലാലേട്ടനും, മമ്മൂക്കയുടെ സിനിമകളൊന്നും ആ സമയത്ത് പ്രദർശനത്തിന് തയ്യാറായി ഇരിപ്പോയില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ധൈര്യപ്പെടാതെ അവർ OTT റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറബിക്കടലിൻ്റെ സിംഹം അല്ലെങ്കിൽ മരക്കാർ എന്ന് പറയുന്ന സിനിമ OTTയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും തിയേറ്ററുകാരും മറ്റു പലരും മരക്കാറിൻ്റെ നിർമ്മാതാക്കളോട് ഇടപെട്ട് ദിവസങ്ങളോളം ചർച്ച നടത്തി. കാര്യം ഒരു തിയേറ്റർ റിലീസ് കൊടുക്കണം, OTTയിലേക്ക് പോകരുത്. പക്ഷെ അവർ OTTയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്നപ്പോഴാണ് 2021 നവംബർ മാസം 12-ാം തീയതി നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ, അല്ലെങ്കിൽ തിയേറ്ററുകാരുടെ, പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെ, വിതരണക്കാരുടെ, തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പല ആൾക്കാരുടെയും, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ വരുമാനം കൂടെ ടാക്സും കൂടെ സർക്കാരിലേക്ക് പോകുമ്പം ആ രീതി നോക്കിയാലും ഇവരുടെയൊക്കെ ഒരു രക്ഷകനായിട്ട് അവതരിച്ചതെന്ന് പറഞ്ഞ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയിൽ കൂടെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറുപ്പ് എന്ന് പറയുന്ന സിനിമ അന്ന് തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകൻ ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ, അത് എൻ്റെ സിനിമ OTTയിലേക്ക് പോയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നെങ്കിൽ പിന്നീടും കുറേ കാലം ഈ ഒരു പ്രതിസന്ധി തുടർന്നുകൊണ്ടേയിരുന്നേനായിരുന്നു. കാര്യം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലേക്ക് പോകാനുള്ളൊരു ധൈര്യം അവർക്കുമില്ല. അത്തരത്തിലുള്ളൊരു മറ്റൊരു സിനിമ തിയേറ്ററിലേക്ക് ഇറക്കി വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ധൈര്യം തിയേറ്ററുകാർക്കും നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ആർക്കും ഇല്ലാതിരുന്ന സമയത്താണ് പിന്നീട് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകൻ്റെ സിനിമ തിയേറ്ററിൽ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഒരു വലിയ കളക്ഷൻ നേടിക്കഴിഞ്ഞപ്പം ലാലേട്ടൻ്റെ സിനിമയും OTTയിലേക്ക് പോകാതെ ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലം എന്നുള്ള രീതിയിൽ കൂടെ ഏതാണ്ട് 2021 തന്നെ ഡിസംബർ 2-ാം തീയതി മറ്റോ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ധൈര്യം അവർ കാണിച്ചു.
പക്ഷേ അവർ ആ ധൈര്യം കാണിക്കാൻ വേണ്ടി അവർക്ക് ആ ഒരു വഴി വെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു പാത ക്ലിയർ ആക്കി കൊടുത്തത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടനാണ്, ഒരു താരമാണ്. കാര്യം അത് ഒരിക്കലും ആരെല്ലാം മറന്നാലും, ചിലപ്പം പ്രേക്ഷകൻ മറന്നാൽ പോലും, പ്രേക്ഷകരും മറക്കരുത്, പ്രേക്ഷകൻ മറന്നാൽ പോലും ഒരു തിയേറ്ററുകാരൻ പോലും അത് മറക്കാൻ പാടില്ല. ഒരു തിയേറ്റർ ഉടമസ്ഥനോ അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തിയേറ്റർ സംബന്ധമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഏതൊരു സ്റ്റാഫ് ആയാലും, ഞാൻ പറഞ്ഞ കണക്ക് തിയേറ്ററിൽ നിന്നുള്ള വരുമാനത്തിൽ കിട്ടുന്ന ഓട്ടോക്കാരനായാലും അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളായാലും ആരും ഒരിക്കലും മറക്കാൻ പാടില്ല. അതുപോലെ ഒരു നിർമ്മാതാവോ വിതരണക്കാരനോ ഒരിക്കലും അവരൊന്നും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പേര്. മറക്കരുത്. കാര്യം എനിക്ക് തോന്നുന്നു കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പം പലരുടെയും മനസ്സിൽ ഈ സംഭവങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആയതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു സമയത്ത് ഒരു വഴികാട്ടിയും രക്ഷകനുമായി നിന്ന് മലയാള സിനിമയെ തന്നെ ഒരു ഘട്ടത്തിൽ രക്ഷിച്ചെടുത്ത്, അതായത് നമ്മൾ പറഞ്ഞ കണക്ക് മലയാള സിനിമയ്ക്കും വേണമെങ്കിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വെക്കാം, ഒരു മാസവും ഒരു തീയതിയും ഒരു വർഷവും വരുന്നത്. എന്നൊരു മലയാള സിനിമ ഉണ്ടായോ ആ മലയാള സിനിമയുടെ ഒരു നിന്നുപോയി എന്ന് തോന്നിയ ഒരു ഘട്ടമാണ് നമ്മൾ പറയുന്ന കണക്ക് ആ കോവിഡിന് വേണ്ടിയിട്ട് അടച്ചുപൂട്ടിയ ഘട്ടം. പിന്നീട് മലയാള സിനിമയ്ക്ക് പുതിയൊരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന 2021 നവംബർ 12 എന്ന് പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇതിനകത്ത് ഇത് കേൾക്കുന്ന ആൾക്കാർ ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയാം. എന്താ വെച്ചാൽ വിമർശിക്കാൻ പറ്റേണ്ട അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ നമുക്കൊരു ആലങ്കാരികമായി പറയുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ പറയാവുന്ന രീതിയിലൊരു മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വർഷം കുറിച്ചു കൊടുത്ത അല്ലെങ്കിൽ പുതിയൊരു തുടക്കം കുറിച്ചു കൊടുത്ത നടനാണ് ദുൽഖർ സൽമാൻ. ബാക്കിയുള്ളവരെല്ലാവരും ആ കാര്യത്തിൽ പിന്നെ വരത്തുള്ളൂ. ഇപ്പോൾ മമ്മൂക്കയാണെങ്കിൽ പോലും മമ്മൂക്ക പറഞ്ഞതുകൊണ്ടെന്ന് നമുക്ക് പറയാം. മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇങ്ങോട്ടുള്ള ഇനി ഏത് താരത്തിനെ എടുത്താലും ശരി, അന്ന് ദുൽഖർ ആ ഒരു ധൈര്യം കാണിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയോ അല്ലെങ്കിൽ ഒന്നും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള മലയാള സിനിമയുടെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തിയേറ്ററുകാരുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു ഘട്ടത്തിൽ രക്ഷകനായ ദുൽഖറിന് ഇന്ന് പിറന്നാൾ ആശംസകൾ. അദ്ദേഹത്തിന് ഇനി ഒരുപാട് വർഷങ്ങൾ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ. എല്ലാവർക്കും അദ്ദേഹത്തിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിനും വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.